ഹരേ കൃഷ്ണ. ത്രിമധുരം ചാനലിനെ പറ്റി നിങ്ങൾക്കറിയാമോ? ഗുരുവായൂരപ്പൻ്റെ ഭക്തരുടെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചാനലിൽ ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു അനുഭവം കാവ്യാത്മകമായിട്ട് അയച്ചു വന്നിട്ടുണ്ട് ഒരു സഹോദരി. അപ്പോൾ ഒന്ന് കേട്ടു നോക്കിയാലോ. ഇന്ന് ഏകാദശി. കണ്ണനെയും മഹാദേവനെയും കാണാനുള്ള യാത്രയിലെ ഒരു അനുഭവം ഇവിടെ കുറിക്കട്ടെ. വിശാലമായ പാടശേഖരത്തിന് നടുവിലെ റോഡിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നാരായണ ജപിച്ച് നടന്നു നീങ്ങുമ്പോൾ മനസ്സിലൊരു മോഹം കണ്ണനോട് പറഞ്ഞു, നെൽക്കതിര് കൊത്തിയെടുത്ത് പറന്നു വരുന്ന ഒരു തത്തപ്പെണ്ണിനെ കാണിച്ചു തരുമോ? നീ വിചാരിച്ചാൽ ഇപ്പൊ നടക്കും. ചിത്രത്തിലല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫോട്ടോകളിൽ മാത്രം കണ്ടിട്ടുള്ള ആ ദൃശ്യം കാണാൻ ഒരു കൊതി. അമ്പലത്തിൽ തൊഴുതു മടങ്ങുമ്പോൾ വയലിനടുത്തുള്ള തെങ്ങിലെ 2 തത്തകൾ അവരെ ചിലച്ച് ശബ്ദമുണ്ടാക്കി ശ്രദ്ധ ആകർഷിച്ചു. കണ്ണൻ ഞാൻ പറഞ്ഞത് കേട്ട് 2 പേരെ പറഞ്ഞു വിട്ടല്ലോ, സന്തോഷം. എന്നാലും നെൽക്കതിർ കൊത്തിപ്പറക്കുന്നത് കൂടി കാണണം. നീ വിചാരിച്ചാൽ എന്താണ് കണ്ണാ നടക്കാത്തത്? സാവധാനം മുന്നോട്ട് വരുമ്പോൾ അതാ ഒരു തത്തപ്പെണ്ണ് പറന്ന് താഴ്ന്നു വരുന്നു. സുന്ദരി തത്തപ്പെണ്ണിന്റെ ചുവന്ന ചുണ്ട് നെൽക്കതിർ കൊത്തിയെടുക്കും പോലെ തൊട്ടടുത്തെത്തി. എന്നിട്ട് പറ്റിച്ചേ എന്ന ഭാവത്തിൽ ഒറ്റ പറക്കൽ. എന്താ കണ്ണാ എന്നെ പറ്റിച്ചത് എന്ന് ചോദിച്ചപ്പോ കറുമ്പൻ കണ്ണൻ കൈകൊട്ടി ചിരിച്ച് എന്നിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ത്രിമധുരത്തിൽ പറയാനല്ലേ? ഈ കാര്യം ഇത്രയും എഴുതി അയച്ചാൽ മതിയെന്ന്. അത് എൻ്റെ ശ്രീകാന്ത് വേണ്ടതുപോലെ വായിച്ചോളും. കുറേ നാളായല്ലോ അനുഭവം എഴുതണമെന്ന് പറഞ്ഞിരുന്നു. ഏത് വേണമെന്നല്ലായിരുന്നോ കൺഫ്യൂഷൻ? ഇത് തന്നെ ആവട്ടെ ആദ്യം. ശരി, നീ പറയും പോലെ തന്നെ. അപ്പീലും ഇല്ലട്ടോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടവരമ്പിലൂടെ ഒരു നിമിഷം നടന്ന ഒരു ഫീലിംഗ് കിട്ടിയില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയലേലകളും തത്തകളും ഒക്കെ ഇല്ലാത്ത ഒരു ഭൂമിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെയൊന്നും കാണാൻ തന്നെ ഇല്ല. കാവ്യാത്മകമായിട്ട് നമ്മുടെ മനസ്സിലൊരു നിമിഷം ഏതോ ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നുപോയി. ഹരേ കൃഷ്ണ. കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് താഴെയുള്ള ലിങ്ക് വഴി വാങ്ങാവുന്നതാണ് കേട്ടോ. ഹരേ കൃഷ്ണ.